ഏവർക്കും സ്നേഹവന്ദനം. എന്തിനാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഇത്ര വിശദമായിട്ട് അച്ഛൻ പറയുന്നതെന്ന് ചില മുസ്ലിം സഹോദരങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെ എഴുതുന്നതായിട്ടുള്ള പല ചോദ്യങ്ങൾക്കും മറുപടിയും കൂടിയാണിത്. മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കുന്ന റഷീദ് മാസ്റ്റർ, അദ്ദേഹം എൻ്റെ ജില്ലക്കാരനാണ്, എം അക്ബർ സാഹിബിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതുന്ന പല മെസ്സേജുകളും ഞാൻ കൃത്യമായി വായിക്കാറുണ്ട്. എൻ്റെ പല മെസ്സേജുകൾക്ക് താഴെ അദ്ദേഹം വന്നിട്ട് നല്ല നല്ല കമൻസുകൾ എഴുതാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മാന്യമായ രീതിയിൽ അവരുടെ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഴുതുന്ന ചോദ്യങ്ങൾ അതിന് തീർച്ചയായിട്ടും മറുപടി കൊടുക്കേണ്ടതും അതിന് മറുപടി കിട്ടുന്ന വിധത്തിലുമാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ വിവരിച്ച് പറയുന്നത്. അതിനകത്ത് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവും ആദിമ പാപവും തമ്മിൽ, അല്ലെങ്കിൽ യേശുവും ആദാമിക പാപവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നിരിക്കെ അച്ഛൻ വെറുതെ അപരാധം പറയരുത്. യേശുവും ആദാമ്യ പാപവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് അക്ബർ സാഹിബും കൂട്ടരും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. അക്ബർ സാഹിബ് പ്രസംഗിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കേട്ട സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പല മേഖലകളിൽ കേട്ട സമയത്തും ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ തിയോളജി തന്നെ അത് തന്നെയാണ്. ആദാമ്യ പാപമില്ല. അതിന് അദ്ദേഹം പറയുന്നത്, ആദാമ പാപം ചെയ്ത സമയത്ത് ദൈവം ചെറിയൊരു ശിക്ഷ കൊടുത്തു, അതോടുകൂടി അത് പുറത്തു, പിന്നീട് ഞാനിത് ബാക്കി പിന്നെ തരാം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ദീർഘമായ ഒരു കമൻ്റാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാനതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഈ മരണം എന്ന വാക്കിനെ കുറിച്ച് ഇസ്ലാമിക ചിന്താഗതിയിൽ, ഇസ്ലാമിക തിയോളജിയിൽ വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്കുള്ളത്. അതാണ് അവിടെ കാണുന്നത്. നമുക്കതിലേക്ക് വരാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഒരു കാര്യവും കൃത്യമായിട്ട് ഖുറാനികമായിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഖുറാനികമായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് കൃത്യത മനസ്സിലാക്കാൻ കഴിയുകയില്ലെന്നുള്ളതും കൂടെ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. ബൈബിളിൽ തനാക്കിലാണ് ആദ്യമായിട്ടും ഏറ്റവും വ്യക്തമായും കൃത്യമായും ക്രമമായും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെ, എന്തുകൊണ്ട്, എന്തിനു വേണ്ടി, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം ബൈബിളിൻ്റെ ഒരു നിസ്തുല്യത അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ മറ്റൊരു ഭാഗത്ത്. ഇതിൽ ബൈബിളിൻ്റെ ഒരു നിസ്തുല്യത എന്ന് പറയുന്നത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ കൃത്യമായ കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും അതിൻ്റെ റിപ്ലൈ, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ, മറുപടി അതിനകത്തുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ദൈവം മനുഷ്യനെ വെറുതെ സൃഷ്ടിച്ചല്ല, എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അതിന് മറുപടി ബൈബിൾ തരുന്നുണ്ട്. എങ്ങനെ സൃഷ്ടിച്ചു അതിന് മറുപടി തരുന്നുണ്ട്. എന്താണ് ആ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് ഹ്യൂമൻ ബീയിങ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടെ ബൈബിൾ ഉത്തരം തരുന്നുണ്ട്. എന്നാൽ ഖുറാനിൽ അതില്ല. അവിടെയാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് പലപ്പോഴും തെറ്റ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വസ്തുതകളെ മനസ്സിലാക്കണമെങ്കിൽ പല ഹദീസുകളെയോ അല്ലെങ്കിൽ പിന്നീട് തഫ്സീറുകളെയോ ഒക്കെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ബൈബിളിന് അത് ആവശ്യമില്ല. ബൈബിളിനെ സംബന്ധിച്ച് നമ്മളൊരു ചോദ്യം ബൈബിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ട്. ആ കാര്യം പോലും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യഹോവയുടെ പുസ്തകത്തിൽ ആരാഞ്ഞ് നോക്കുവിൻ, അതിൽ ഉത്തരം കിട്ടാതെ ഇരിക്കുകയില്ല, അവയിൽ ഒന്നുപോലും ഇണയില്ലാതിരിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബൈബിൾ പരമായിട്ട് ഈ വസ്തുതകൾക്ക് കൃത്യമായ മറുപടി ദീർഘമായി പറയാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ആദ്യ പുസ്തകമായിരിക്കുന്ന തനാക്കിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളാണ് വായിക്കുന്നത്. അവിടെ പറയുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക. എന്താണ് ഈ സ്വരൂപവും സാദൃശ്യവും? പല സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കോണ്ടെക്സ്റ്റിൽ അത് കുറച്ചും കൂടെ വിശദമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. റഷീദ് മാഷയുടെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് അക്ബർ സാഹിബിൻ്റെ അനുചരന്മാർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, നമ്മുടെ ചിന്തയിലെ ജ്ഞാനം. 2, നമ്മുടെ ഹൃദയത്തിലെ വിശുദ്ധി. 3, നമ്മുടെ പ്രവൃത്തിയിലെ നീതി. ഇത് 3ഉമാണ് മനുഷ്യന് ദൈവം നൽകിയ ദൈവിക സ്വരൂപവും സാദൃശ്യവും. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ ഭക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന കനി ഭക്ഷിച്ചാൽ തീർച്ചയായിട്ടും മരിക്കും. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ സെപ്പറേഷൻ എന്നാണ്. സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപെട്ടു പോകുക. എന്താ വേർപെട്ടു പോകുന്നത്? ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും മനുഷ്യനിൽ നിന്ന് വേർപെട്ടു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും. പിന്നീട് മരിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും.
പിശാച് പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു, സാത്താൻ പറഞ്ഞു, ഇല്ല, തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇന്നും ഇപ്പം അക്ബർ സാഹിബും കൂട്ടരും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. അതുകൊണ്ട് സാത്താൻ പറയുന്നതാണ്, ഇബ്ലീസ് പറയുന്നതാണ് സത്യം. യഹോവ പറഞ്ഞത് നടന്നില്ലല്ലോ, അതുകൊണ്ട് സാത്താൻ പറഞ്ഞത് നടന്നിക്കണ്. അതുകൊണ്ടാണ് സാത്താനെയാണ് പലപ്പോഴും നിങ്ങൾ അനുധാവനം ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഈ പറയുന്നത്. അത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ല, അത് സത്യസന്ധമായ കാര്യമായതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവം പറഞ്ഞു, മനുഷ്യൻ ധിക്കരിച്ചു, സംഭവിച്ചത് മരണം തന്നെയാണ്. എന്താണ് മരിച്ചത്? ദൈവസ്വരൂപവും സാദൃശ്യവും. ചിന്തയിലെ ജ്ഞാനം നഷ്ടമായി, ഹൃദയത്തിലെ വിശുദ്ധി നഷ്ടമായി, പ്രവൃത്തിയിലെ നീതി നഷ്ടമായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു, മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ അകന്നു. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായി. ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പുരുഷന് താല്പര്യങ്ങൾ ജനിച്ചു. ഇതെല്ലാം സംഭവിച്ചത് പാപത്തിന്റെ പരിണത ഫലമായിരിക്കുന്ന ദൈവസ്വരൂപവും സാദൃശ്യവും മനുഷ്യന് മരിച്ചതുകൊണ്ടാണ്. മനുഷ്യരിൽ നിന്ന് അത് മരിച്ചു, സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. തൽഫലമായിട്ട് അതിനൊരു പരിഹാരം വരുത്തുക എന്നുള്ളത് അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യം തന്നെയായിരുന്നു. അത് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാമതായിട്ട് ആദ്യം തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മശിഹായെ കുറിച്ചുള്ള മനോഹരമായ ഒരു വാഗ്ദത്തം ദൈവം തനാക്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. എന്തുകൊണ്ടാണ് ഈ സർപ്പം എന്ന് പറയുന്നത്? അവിടെ പിശാചിനെ കാണിക്കുന്നതാണ്. പിശാച് മനുഷ്യനെ അടിമയാക്കി വെച്ചു. അടിമയാക്കി വെക്കാൻ കാരണം പിശാചിന്റെ വാക്കുകളെ മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുകയും ദൈവത്തിൽ നിന്ന് അവൻ മാനസാന്തരപ്പെട്ട് പിശാചിൻ്റെതായി തീരുകയും ചെയ്തു. തൽഫലമായിട്ട് അവനിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിച്ചേ പറ്റൂ. അല്ലാതെ മനുഷ്യന് ദൈവവുമായിട്ടുള്ള സഹിത്വം നിലനിർത്താൻ കഴിയുകയില്ല. ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മനുഷ്യന് അനിവാര്യമാണെങ്കിൽ, അത് ലഭ്യമാകണമെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ വിമോചിപ്പിക്കപ്പെട്ടു വന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ പിശാചിന്റെ അടിമത്തത്തിൽ ഇന്നും അവനെ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് റഷീദ് മാഷും MM അക്ബർ സാഹിബും പോലുള്ള എല്ലാ ദാവാ പ്രഭാഷകരും പറയുന്നത്, ആദ്യമ മനുഷ്യൻ മരിച്ചില്ല 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 എന്ന്. മനസ്സിലാകുന്നുണ്ടോ മാഷെ? മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമ മനുഷ്യൻ മരിച്ചു. ആ മരിച്ചതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അവനെ പുനർജീവിപ്പിക്കണം, അവനൊരു പുനർജന്മം നൽകണം, അവനൊരു വീണ്ടും ജനനം നൽകണം, അവനൊരു നിത്യ ജീവനെക്കുറിച്ചുള്ള പ്രത്യാശ നൽകണം, അവനെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കണം. കാരണം പിശാചിനെ അടിമയായിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പാദങ്ങൾ നരകത്തിൽ പതിയും, അപ്പോഴാണ് നരകം നിറയുന്നത് എന്ന് ഖുറാനിൻ്റെ ഹദീസുകളിൽ 2 ഭാഗത്ത്, അതായത് സഹികാരിക്കുന്ന സഹി ബുഖാരിയിലും അതേപോലെ തന്നെ സഹി മുസ്ലിമിലും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിവരണങ്ങളൊക്കെ പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാചിൻ്റെ അല്ലെങ്കിൽ ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ പാപത്തിൽ മരിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ്. അത് പഠിപ്പിക്കുന്നതൊക്കെയും അവൻ്റെ അനുയായികളാണ്. അത് മറന്നു പോകരുത്, പിശാചിൻ്റെ അനുയായികളാണ്. എന്നാൽ യേശു കർത്താവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം തന്നെ എന്താണ്? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടും എന്നുള്ളതാണ്. അതാണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവനും കേൾക്കാത്തതുകൊണ്ടാണ് മാഷ ഈ പ്രശ്നം. ഇത് മുഴുവനും ഒന്ന് കേട്ട് നോക്കാം. 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞ എല്ലാ വസ്തുതകളും കേട്ടിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു നന്മയുണ്ടാകും. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയാമോ? നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് തൊട്ടതും പിടിച്ചതും മാത്രം കേട്ടിട്ട് അത് മാത്രം അതിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതരുത്. ബൈബിളിൽ വളരെ കൃത്യതയോടുകൂടെ മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, പാപസംബന്ധമായിട്ട് മനുഷ്യൻ മരിച്ചതിനെക്കുറിച്ച്, അവൻ നീതി സംബന്ധമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം അവനെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടും അത് ഞങ്ങളുടെ അനുഭവമായതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അല്ലാതെ നിങ്ങളോട് തർക്കിക്കാനോ അല്ലെങ്കിൽ വാദിച്ച് നിങ്ങളെ ജയിക്കാനോ അല്ല, മറിച്ച് ഇത് പരമമായ സത്യമായതുകൊണ്ടാണ്. അപ്പോൾ ആദിമ മനുഷ്യൻ മരിച്ചു. അതിൻ്റെ തെളിവെന്താണ്? അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണർന്നപ്പോൾ ഓടിപ്പോയി മറഞ്ഞിരുന്നത്. മനുഷ്യൻ വിചാരിച്ചു ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് അവൻ അരയാടയൊക്കെ സ്വയമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട്, കാട്ടില കൊണ്ടൊക്കെ ഒരു ഇലകൾ കൊണ്ട് അവനൊരു അരയാടയൊക്കെ ഉണ്ടാക്കി, നഗ്നനാണെന്ന് അവന് ബോധ്യമായതുകൊണ്ട് അവനും അവൻ്റെ ഭാര്യയായിരിക്കുന്ന ഹവ്വായും ഒളിച്ചിരുന്നൊക്കെ. അവിടെയൊക്കെ ദൈവം വന്നിട്ടാണ്, അവരെ തേടി വന്നിട്ടാണ് അവർക്ക് ഈ വാഗ്ദത്തം കൊടുക്കുന്നത്. എന്ത് വാഗ്ദത്തം? ഈ മരണത്തിൽ നിന്ന് അവർക്കൊരു ജീവനിലേക്ക് കടക്കാൻ കഴിയും. ആ ജീവൻ പ്രാപിക്കുന്ന, ആ ജീവൻ ലഭിക്കുന്ന മനുഷ്യരായിരിക്കും ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും പരസ്പരം
സ്നേഹിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ള വലിയ പരമമായ സത്യം. നിങ്ങൾ എന്നെ കേൾക്കുന്ന റഷീദ് മാഷും അതുപോലെ എം അക്ബർ സാഹിബിൻ്റെ അനുയായികളും ഒക്കെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കി. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ മരിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ ഇപ്പോൾ കാശ്മീരിൽ വന്നിട്ട് ഭീകരന്മാർ, പാകിസ്ഥാനി ഭീകരന്മാർ വന്നിട്ട് ലഷ്കർ തോയ്ബയുടെ ഒക്കെ ആളുകൾ വന്നിട്ട് നമ്മുടെ 26 പേരെ കൊന്നത് അല്ലേ? അത് എന്തു പറഞ്ഞിട്ടാണ് കൊന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് ആവർത്തിക്കുന്നില്ല. കാരണം എൻ്റെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്, അവർക്കത് വളരെ വേദന ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാൽ നിങ്ങളുടെ സലഫിസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഭീകരന്മാരിൽ വ്യാപരിക്കുന്ന ആത്മാവ്, അവരെ നയിക്കുന്ന ഈ ആയത്തുകളുണ്ടല്ലോ, മനുഷ്യരെ കൊല്ലുവാനുള്ള ഈ ആയത്തുകളെല്ലാം തന്നെ ദൈവത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത്. അത് ദൈവത്തെ തിരസ്കരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ആയത്തുകളായതുകൊണ്ടാണ്. അത് മറന്നു പോരുത്. അപ്പോൾ അതിൽ നിന്ന് വിമോചിപ്പിക്കാനായിട്ടാണ് യേശു കർത്താവ് വന്നത്. യേശു ഈ ലോകത്തിലേക്ക് ജാതം ചെയ്തു തന്നെ മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പേര് തന്നെ യേശു എന്നിടാൻ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നുള്ള പദത്തിൽ നിന്ന് ആത്മാവായിരുന്ന ദൈവമായിരുന്നവൻ ജഡമെടുത്തു വന്നപ്പോൾ ആ ദൈവപുത്രൻ എന്നുള്ള ആ നാമത്തിൽ നിന്ന് യേശു എന്ന പേരിടാനായിട്ട് മലക്ക് വന്ന് ആദ്യമേ പറയുന്നത് തന്നെ അവൻ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ആദാമ്യ പാപവുമായിട്ട് ബന്ധമില്ലേ? ഉണ്ട് മാഷെ. ആദാമ്യ പാപനിമിത്തം മനുഷ്യരെല്ലാവരും പാപികളായി. എവിടെയാ അത് പറഞ്ഞിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആദാം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ, ആ മനുഷ്യൻ എല്ലാ മനുഷ്യരുടെയും ആദ്യത്തെ മനുഷ്യനായതുകൊണ്ട്, പൂർവികനായതുകൊണ്ട് അവൻ മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. ആ പ്രതിനിധിയായിരിക്കുന്ന ആദിമ മനുഷ്യൻ നിമിത്തം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ, പാപത്തിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് മരണവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പം ആദ്യമേ എന്താ സംഭവിച്ചത്? പാപം സംഭവിച്ചു. അതിന് ചെറിയ ശിക്ഷ അല്ല റഷീദ് മാഷെ കൊടുത്തത് ദൈവം. അതിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ് വിധിച്ചത്. മനുഷ്യർക്ക് നിത്യമായ മരണം എന്ന് പറഞ്ഞാൽ നിത്യമായ സെപ്പറേഷനാണ് ദൈവം വിധിച്ചത്. എന്നാൽ ആ നിത്യമായ സെപ്പറേഷനെ മാറ്റിയിട്ട് നിത്യമായ ദൈവവുമായിട്ടുള്ള സഖിത്വത്തെ നിലനിർത്താൻ തക്കവണ്ണം ദൈവം തന്നെ തീരുമാനമെടുത്തിട്ടാണ് പുത്രനായ നമ്മൾ ഇന്ന് യേശു എന്ന് വിളിക്കുന്ന, ഇപ്പോൾ പറഞ്ഞ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനായിട്ടുള്ള ആ രക്ഷകൻ ജാതം ചെയ്തതും ആ രക്ഷകനിലൂടെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നു. ഇതാണ് ബിബ്ലിക്കൽ തിയോളജി. ദൈവശാസ്ത്രപരമായിട്ട് വേദപുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നതാണ്. ഇതാണ് ക്രിസ്ത്യൻ തിയോളജി എന്ന് പറയുന്നത്. ഇതിനോളം മാഹാത്മ്യം നിങ്ങൾക്ക് പറയാനില്ല. അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചിട്ടില്ല, ആദാമ്യ പാപവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്നൊക്കെ ദൈവം ചെയ്ത് തീർത്തെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടും നിങ്ങളുടെ മതാനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രയോജനമില്ല എന്ന് വരും. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ക്രിസ്തു മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സൂറ അന്നിസായിൽ അല്ലെങ്കിൽ ഖുറാനിലെ 4-ാം അധ്യായത്തിൻ്റെ 177 തൊട്ട് ആയത്തുകളിൽ പറയുന്നത് യേശു ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ഈസ മരിച്ചിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയും അതിൻ്റെ തഫ്സീറുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ ദൈവം മനുഷ്യരാശിയുമായിട്ടുള്ള അകൽച്ചയെ പരിഹരിച്ചു, ദൈവവുമായിട്ടുള്ള സഖിത്വം വർദ്ധിപ്പിച്ചു, ഒഴിവാക്കി. അതുകൊണ്ട് എന്ത് പറ്റി? ഇനിയും നമ്മൾ കർമ്മങ്ങളിൽ കൂടെ രക്ഷപ്പെടണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ചിന്തയിലെ ജ്ഞാനം, ഹൃദയത്തിലെ വിശുദ്ധി, പ്രവൃത്തിയിലെ നീതി. ഇത് 3ഉം ആണ് ദൈവസ്വരൂപവും സാദൃശ്യം. ഇതാണ് നമുക്ക് നഷ്ടമായത്. ഇത് നഷ്ടമായപ്പോൾ അതിനെ തിരികെ തരാൻ തക്കവണ്ണമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം. ആ യാഗത്തിൽ കൂടെ വിശ്വസിക്കുന്ന ഏവർക്കും, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഈ ദൈവസ്വരൂപവും സാദൃശ്യത്തെക്കുറിച്ചാണ്. എന്തൊക്കെയാണത്? പിതാവായ ദൈവത്തിൽ നിന്നുള്ള നീതിയാണ് യേശു ക്രിസ്തു, പിതാവായ ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധീകരണമാണ് യേശു ക്രിസ്തു, പിതാവായ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് യേശു ക്രിസ്തു. അപ്പോൾ ആ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷകനായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവസ്വരൂപവും സാദൃശ്യമാണ്.
അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ 3 കാര്യങ്ങൾ നടക്കും. ഒന്ന് എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള അകൽച്ച നിൽക്കും, എന്നേക്കുമായിട്ട് പൂർണ്ണമായിട്ട് മാറ്റപ്പെടും. പിന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നവരല്ല, നിത്യമായ മരണത്തിൽ നമ്മൾ വിടുവിക്കപ്പെടുന്നവരാണ്. 2, നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ അകന്നിരിക്കുകയാണ്. നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ അകന്നത് കൊണ്ടാണ് മതചിന്തകളാൽ നമ്മൾ നിറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊല്ലുവാനും മറ്റുള്ളവരെ വിദ്വേഷിക്കുവാനും ഒക്കെ പഠിപ്പിക്കുകയും ആ പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. 3, പ്രകൃതിയും നമ്മളും തമ്മിലുള്ള അകൽച്ച, അതും പരിഹരിക്കപ്പെടും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ആ വലിയ സന്തോഷത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് റഷീദ് മാഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്ബർ സാഹിബ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം വെച്ചിരിക്കുന്ന പ്രമാണത്തിൽ കൂടി അല്ലാതെ മനുഷ്യൻ്റെ സ്വയപ്രയത്നത്താൽ, കർമ്മമാർഗത്താൽ, പിൽഗ്രീംസ് പോയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടോ സക്കാത്തുകൾ കൊടുത്തിട്ടോ നിസ്കരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സുന്നത്ത് കഴിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. പാപത്തിൽ നിന്നുള്ള വിമോചനമില്ല. പാപവിമോചനം ദൈവം ഒരുക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണമാണ്. അതാണ് ആദാമ്യ പാപവുമായിട്ട് ബന്ധപ്പെടുത്തി ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി വചനം പഠിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് പറയട്ടെ. നിങ്ങൾ ചോദിച്ചേക്കാം, റഷീദ് മാഷയുടെ അടുത്ത ചോദ്യം ഇതായിരിക്കും, അങ്ങനെയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്താൽ പോരെ? ദൈവം പുറത്തു കൊടുത്താൽ, അള്ളാഹു പുറത്തു കൊടുത്താലൊന്നും പൊറുക്കപ്പെടുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ പാദങ്ങൾ നരകത്തിൽ പതിക്കുമെന്നാണല്ലോ. അപ്പോൾ അള്ളാഹു ആർക്കും പുറത്തു കൊടുക്കുന്നവനല്ല, അള്ളാഹു മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്നവനാണ്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ യേശു ക്രിസ്തു പുറത്തു കൊടുത്താൽ പോരെ? പൊറുക്കാനായിട്ട് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ദൈവത്തിൻ്റെ നീതിബോധത്തിൽ പാപം ചെയ്യുന്നവൻ മരിക്കണം. അതാണ് ദൈവത്തിൻ്റെ നീതി. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം. ആ ശിക്ഷയാണ് യേശു ക്രിസ്തു തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചത്. യേശുവിൻ്റെ മരണം. ഇവിടെ റഷീദ് മാഷ് ചോദിക്കുന്ന അതിൻ്റെ താഴോട്ടുള്ള ചോദ്യത്തിൽ ഇതാണ് പറയുന്നത്. ആ ചോദ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് നല്ലവനായതുകൊണ്ട് യേശുവിനെ ഒരിക്കലും അള്ളാഹു മരിക്കാനായിട്ട് അനുവദിക്കുകയില്ല. അത് നിങ്ങളുടെ ഈസായെക്കുറിച്ചായിരിക്കാം. പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു വന്നത് തന്നെ മരിക്കാനായിട്ടാണെന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലുണ്ട് മാഷേ. അവിടെ നമ്മൾ വായിക്കുന്നത്, അക്ബർ സാഹിബെ അതൊന്ന് വായിച്ചു നോക്ക്. അവിടെ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നിട്ട് എന്താ ചെയ്തു? മരണപര്യന്തം, മനുഷ്യൻ്റെ ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞ മനുഷ്യനെയൊക്കെയും അതിൽ നിന്ന് വിമോചിപ്പിച്ചു, വിടുവിച്ചു, രക്ഷിച്ചു. നോക്കിയേ, ദൈവം കാണിക്കുന്ന മനുഷ്യനോടുള്ള ഏറ്റവും വലിയ ദയ, ഏറ്റവും വലിയ സ്നേഹം, കരുണ. ഈ കരുണ എന്നുള്ള പദം ഖുറാനിലുണ്ട്, പക്ഷേ സ്നേഹം എന്നുള്ള പദമില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹം തന്നെ എന്നാണ്. അപ്പോൾ അത് തന്നെ ഭയങ്കര ഗോഡ് കൺസെപ്റ്റിലുള്ള ഭയങ്കര വ്യത്യാസം കേട്ടോ. പക്ഷേ ഗോഡ് കൺസെപ്റ്റിൽ ഖുറാനിലെ അള്ളാഹുവും ബൈബിളിലെ ദൈവവും തമ്മിൽ ഭയങ്കര വ്യത്യാസം. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം സ്നേഹവാനാണ്. സ്നേഹവാനായ ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാനും അവനെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കാനും കഴിയുള്ളൂ. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ നായോടൊക്കെ കരുണ കാണിക്കും, മൃഗത്തോടൊക്കെ കരുണ, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, ഇങ്ങനെയൊക്കെ. അത് കാരുണ്യ പ്രവർത്തനം എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്? നിങ്ങൾക്ക് നീതി കിട്ടാനും സ്വർഗത്തിൽ പോകാനും. സ്വർഗത്തിൽ കിട്ടുന്ന എന്താണ്? അവിടെ കിട്ടുന്ന കാര്യങ്ങൾ ഉസ്താദുമാർ നിങ്ങളെ പഠിപ്പിക്കും, അതൊന്ന് കേട്ടാൽ മതി. അവിടെ കിട്ടുന്ന കാര്യം ഞാൻ പറയുന്നില്ല, ഖുറാനികമായിട്ട് ഉസ്താദുമാർ പഠിപ്പിക്കും. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം സ്നേഹവാനായതുകൊണ്ട് ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമുക്ക് ഇപ്പോഴും വസിക്കാൻ കഴിയും. അതാ വ്യത്യാസം. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ, അതായത് യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചു. റഷീദ് മാഷെ, എം അക്ബർ സാഹിബിനെയും മറ്റെല്ലാവരെയും സ്നേഹിച്ചിട്ടാണ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നത്. ആ ജീവൻ തന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ യേശു ക്രിസ്തുവിനാൽ നിത്യജീവൻ പ്രാപിക്കണം. ആദാമ്യ പാപമായിരിക്കുന്ന ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ പാപമില്ലേ, പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന വേർപാടില്ലേ, ആ വേർപാടിൽ നിന്ന് നമ്മളെ വേർപെടുത്തിയിട്ട് നമ്മളെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തുക. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാത്രമല്ല ദൈവത്തോട് അനുരഞ്ജനപ്പെടണമെന്ന് പ്രബോധിപ്പിക്കുന്നു. നമ്മൾ ദൈവത്തോട്
റിക്കൺസൈൽ ചെയ്യണം, നമ്മൾ രമ്യതപ്പെടണം, നമ്മൾ അനുരഞ്ജന അനുഭവത്തിലേക്ക് എത്തിച്ചേരണം. അത് സാധിക്കുന്നത് ക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കൈത്തണ്ടയിൽ ഇവിടെ മണിബന്ധത്തിൽ ആണിയടിച്ച കാര്യവും അത് ഉടമ്പടിയുടെ ചിഹ്നമായിരുന്നെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പം നമുക്ക് വേണ്ടി ഉടമ്പടി പൂർത്തീകരിച്ചവനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവസ്വരൂപവും സാദൃശ്യവും മടക്കി കിട്ടുന്നു. അങ്ങനെ നമ്മൾ ദൈവമക്കളാകുന്നു. അപ്പോൾ ആ ദൈവമക്കൾക്കുള്ളതാണ് സ്വർഗരാജ്യം. ആ സ്വർഗത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞുള്ളതുപോലും ഖുറാനിൽ പറഞ്ഞുള്ളതുപോലെ ഉസ്താദുമാർ പഠിപ്പിക്കുന്ന പോലെ അവിടെ കള്ളും കിട്ടുകയില്ല, അവിടെ ഊറികളെയും കിട്ടുകയില്ല, അവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമില്ല. അവിടെ ദൈവത്തിൻ്റെ പൊന്മുഖം കണ്ടുകൊണ്ട് സന്തോഷപൂർണരായി ഒരിക്കലും അവസാനിക്കാത്ത നാളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതുകൊണ്ട് റഷീദ് മാഷെ, അക്ബർ സാഹിബെ, അതുപോലെയുള്ള എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഈ സത്യത്തിലേക്കൊന്ന് വരിക. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പ്രാർത്ഥനയോടുകൂടി ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സഹോദരനും ജ്യേഷ്ഠനും അനിയനും അല്ലെങ്കിൽ ആരായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള നിങ്ങളുടെ സ്വന്തം ജോൺസൺ തേക്കടിലച്ചൻ.